വലിയ സന്തോഷമായി. അച്ഛനെ സാഷ്ടാംഗം നമസ്കരിച്ചു. മരിച്ചുപോയി എന്നാണ് അറിയിച്ചതേ. തിരിച്ചു വന്ന് കണ്ടപ്പോൾ അങ്ങടെ മാറോട് അണച്ചാണ്ട് ആശ്ലേഷിച്ചു. കണ്ണിൽ നിന്നൊക്കെ ആനന്ദാശ്രു പൊഴിഞ്ഞു. അങ്ങനെ കുറച്ച് ദിവസം അവിടെ നിൽക്കുക. 3 ദിവസം എന്നല്ലേ പറഞ്ഞത് അവളുടെ അടുത്ത്. ഈ വിവരം അച്ഛൻ എന്ത് ചെയ്തു? നേരെ ഒരു എഴുതി ഉണ്ടാക്കി വിളംബരമായിട്ട് അവിടെ എത്തിച്ചു. ആരുടെ? രാജകൊട്ടാരത്തിൽ ഈ സീമന്തിനിയുടെ അച്ഛനായ ചിത്രവർമാവിനെ ഏൽപ്പിച്ചു. ഈ വിളംബരം തുറന്നു വായിച്ചപ്പോൾ ഇതിൽ പരം ഒരു സന്തോഷം ഇല്ല. എൻ്റെ മകൻ ചിത്രാംഗതൻ ഇതാ തിരിച്ചു വന്നിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഇത് കേട്ടതും സന്തോഷമായി. ഓടിച്ചെന്നു സീമന്തിനിയോട് പറഞ്ഞു. സീമന്തിനിയെ കുളിപ്പിച്ചു. എണ്ണ മഞ്ഞളൊക്കെ നീരാടിച്ച്, രാജകുമാരിയല്ലേ, പട്ടുവസ്ത്രങ്ങളൊക്കെ വീണ്ടും ഉടുപ്പിച്ചു. നല്ലൊരു താലിമാല പണിയിച്ചു കൊടുത്തു. ആഭരണങ്ങളൊക്കെ ധരിച്ചു. നല്ല അതീവ സുന്ദരിയായി ഒരുക്കിയിരുത്തി. ചിത്രാംഗതൻ അങ്ങോട്ട് കയറി വരികയാണ്. സുന്ദരിയായ ഇവളെ കണ്ട് സ്വീകരിച്ച് അവർ വീണ്ടും സന്തോഷമായി ജീവിച്ചു. ഈ സന്തോഷമായി ജീവിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. വീണ്ടും അവർ രണ്ടുപേരും എന്താ ചെയ്യുന്നത്? തിങ്കളാഴ്ച വ്രതം മുടങ്ങാതെ തന്നെ നോറ്റു. ഈ കഥയിൽ നിന്ന് ഇത് വെറും ഒരു കഥയായിട്ട് എടുക്കരുത്. കുറേ രാജാക്കന്മാർ രാജകുമാരി 30 തിങ്കളാഴ്ച നോറ്റതുകൊണ്ട് തിരിച്ചു കിട്ടി, മരിച്ചവർ തിരിച്ചു വന്നു, അങ്ങനെയല്ല മനസ്സിലാക്കേണ്ടത്. നിങ്ങളിൽ പലരും അല്ലെങ്കിൽ നമ്മളിൽ പലരും മഹാദേവനോട് വന്ന് ആ തിരുമുറ്റത്ത് നിന്ന് പല സങ്കടങ്ങളും പറഞ്ഞിട്ടുണ്ടാവും ഇല്ലേ? പല കാര്യങ്ങളും സാധിക്കാൻ, ഇപ്പോൾ കുട്ടികളുടെ കാര്യമാണെങ്കിലും അസുഖം മാറാനാണെങ്കിലും ഒക്കെ പല മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയൊക്കെ നടത്തുന്നവരാണ് നമ്മൾ. മൃത്യുഞ്ജയ ഹോമമൊക്കെ. മൃത്യുഞ്ജയ ഹോമം എന്തിനാ അറിയോ? മൃത്യുവിനെ തടയാൻ മനുഷ്യനാവില്ല. ജനിച്ച മരണം ഉറപ്പാ. ഭഗവാൻ വരെ അവതാരം എടുത്ത് വന്നിട്ടൊക്കെ സ്വർഗാരോഹണം ചെയ്തു പോയില്ലേ? ആരെങ്കിലും ഇവിടെ നിന്നു? ഉദ്ധവൻ എത്ര കരഞ്ഞു പറഞ്ഞു കൃഷ്ണ പോവല്ലേ എന്ന് പോയില്ലേ? അതുപോലെ പിന്നെ എന്തിനാ? മരണതുല്യമായ വേദനകളിൽ നിന്നും ഇത്തിരി ആശ്വാസം ലഭിക്കും ആ രോഗിക്ക്. നിങ്ങൾ മൃത്യുഞ്ജയ ഹോമം നടത്തിയിട്ട് ആ നെയ്യ് കൊണ്ടുപോയിട്ട് ഇങ്ങനെ തലോടില്ലേ? ആ സമയത്ത് അതിനു വേണ്ടിയിട്ടാണ്. ഇവിടെ വന്ന് പലതും പറഞ്ഞ് പ്രാർത്ഥിക്കും. ചിലർ പറയും ഞാൻ 108 തവണ ദിവസേന ഓം നമഃ ശിവായ ജപിക്കാം, 21 ദിവസം എനിക്ക് ഇന്നത് സാധിക്കണേ. അത് സാധിക്കും. ഞാൻ പറഞ്ഞില്ലേ, പ്രാണായാമം അതുപോലെ ധ്യാനം ഒക്കെ ശീലിക്കുന്നവർക്ക് അവർ പറയുന്ന വാക്കുകൾ സത്യമാകും. ഏത് സമയത്തും ഗ്രന്ഥങ്ങളിലൂടെ പോകുന്നത് കൊണ്ട് ചില കാര്യങ്ങൾ ഓരോരുത്തർ വിഷമം വിളിച്ച് പറയുമ്പോൾ ഇന്നതാണ് ചെയ്തോളൂ പറഞ്ഞാൽ ആ 21 ദിവസമൊന്നും വേണ്ട, 15-ാം ദിവസം തന്നെ നമുക്ക് വിളി വരും. അതെങ്ങനെയാ സത്യമാവുന്നത്? മഹാത്മാക്കളായി മാറാൻ നമ്മൾ എപ്പോഴും ധ്യാനിച്ചുകൊണ്ടിരിക്കണം എന്നില്ല. ഗ്രന്ഥങ്ങളിലൂടെ, ഈശ്വര കഥകളിലൂടെ, സത്സംഗങ്ങളിലൂടെ, തീർത്ഥയാത്രകളിലൂടെ പോയാൽ മതി. ഇവിടെ വന്ന് അത് പ്രാർത്ഥിച്ച് 21 ദിവസം കൊണ്ട് 20-ാം ദിവസം തന്നെ സാധിച്ചു, ഇനിയിപ്പോൾ നാളെ ചൊല്ലണ്ട, അതല്ല. ഇവിടെ എന്താ? അവര് മരിച്ചു എന്ന് കരുതി തിരിച്ചു വന്നിട്ട് വീണ്ടും അവരെന്ത് ചെയ്തു? തിങ്കളാഴ്ച വ്രതം മുടങ്ങാതെ നോറ്റു. എല്ലാ തിങ്കളാഴ്ചയും നോറ്റു. അതിനർത്ഥം ഈശ്വര ആരാധന അല്ലെങ്കിൽ നമ്മളുടെ ഓരോ ഉപാസനകൾ കാര്യം സാധിച്ചു കഴിഞ്ഞാൽ നിർത്തിവെക്കാനുള്ളതല്ല. മരണം വരെ ഒരു ഉപാസനാമൂർത്തി, ഒരു ഉപാസന നമുക്ക്